ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 36 ആണ്. 36-ാം അധ്യായം. അവിടെ ഏശാവും യാക്കോബും വേർപിരിയുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് മൃഗസമ്പത്തുണ്ടായി. അവർക്ക് രണ്ടുപേർക്കും അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് അവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം അവർ മാറി താമസിക്കുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരെ ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിനെയും ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു, അതുപോലെ ഏശാവിനെയും ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. പക്ഷെ ഏശാവിൻ്റെ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടായിരുന്നു തൻ്റെ ആ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലേക്കായിരുന്നു. തനിക്ക് ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനേക്കാളും താൻ പ്രയോറിറ്റി കൊടുത്തത് മെറ്റീരിയൽ ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് മെറ്റീരിയലി ഒരുപാട് ബ്ലെസ്സിങ് തനിക്ക് ലഭിക്കേണ്ടത്. താൻ യാക്കോബിനെ പോലെ തന്നെ താനും വലിയ ധനികനായി, താനും സമ്പത്ത് ഒരുപാട് ഒത്തിരിയുള്ള വലിയൊരു വ്യക്തിയായിട്ട് മാറി. അങ്ങനെ താൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാക്കോബിന് നോക്കുമ്പോൾ തനിക്കും അതുപോലെ ബ്ലെസ്സിങ് ഉണ്ട്. പക്ഷേ തനിക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും കൂടെ തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ ബ്ലെസ്സിങ് ഉണ്ടായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ തനിക്ക് ആ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് ഉണ്ടായെങ്കിൽ പോലും താൻ അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിച്ചു. എങ്കിൽ കൂടെ താൻ നോക്കുകയാണെങ്കിൽ തൻ്റെ പിന്നുള്ള മക്കളെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ശരിക്കും ദൈവമായിട്ട് അത്ര ബന്ധത്തിൽ ഉള്ള വ്യക്തികളായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തവരൊക്കെ ആയിരുന്നു ചിലരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ താൻ കനാനീയരായിട്ടുള്ള സ്ത്രീയുടെ വിവാഹം കഴിക്കാനിടയായി തീർന്നു. അതിലൂടെ വന്നവരൊക്കെയും അത്ര നല്ല വ്യക്തികളായിരുന്നില്ല എന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒടുവിൽ താൻ ഇസ്മായിലിൻ്റെ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് ഒരു മകളെ വിവാഹം കഴിക്കുവാനായിട്ട് തനിക്കിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എങ്കിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ ഏശാവിൻ്റെ മക്കളിൽ ഉണ്ടായവർക്ക് പിന്നീട് ഇസ്രായേൽ മക്കൾക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് അതായി തീരാനിടയായി തീർന്നു കാണുന്നുണ്ട്. കാരണം ഇസ്രായേൽ മക്കളെ ഇടയ്ക്ക് ഏദോമ്യരെ അവർ കടത്തി വിടുവാനായിട്ട് അവർക്ക് മനസ്സില്ലായിരുന്നു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ എക്സോഡസിലൊക്കെ എക്സോഡസ് ജോഷുവ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അവരെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമാലേക്യർ വന്നതും ഈ ഏശാവിൻ്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ ഇസ്രായേൽ മക്കളുമായിട്ട് എപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ അവർ തമ്മിൽ ശത്രുക്കളായിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പൻ്റെ രണ്ട് മക്കളാണെങ്കിൽ കൂടി നമ്മൾ ഭാവിയിൽ പിന്നീട് നടന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അവർ തമ്മിൽ അത്ര ഒരു നല്ലൊരു ബന്ധമായിരുന്നില്ല എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ നിന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളത്. ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ്, മെറ്റീരിയൽ ബ്ലെസ്സിങ് തരം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് ഒതുങ്ങി നിൽക്കുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലായിരിക്കും. പക്ഷേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം താൻ മെറ്റീരിയൽ ബ്ലെസ്സിങ് താൻ ആഗ്രഹിച്ചു, തനിക്ക് കുറേ ബ്ലെസ്സിങ് കിട്ടി. പക്ഷെ തൻ്റെ തലമുറ വെച്ച് നോക്കുമ്പോൾ അവർ ദൈവമായിട്ട് അത്ര ബന്ധമില്ലാത്തവരും അത്ര മോശപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് എതിരെ നിൽക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ജനതകളായിരുന്നു അവിടെ വന്നത്. പക്ഷേ നമ്മൾ യാക്കോബിൻ്റെ സന്തതികളെ പറ്റി നോക്കുമ്പോൾ അവർ തെറ്റൊക്കെ ചെയ്ത് അവരുടെ ഭാഗത്ത് നിന്ന് പല തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും അത് യേശുക്രിസ്തു പോലും വന്നത് ആ ഒരു സന്തതി പരമ്പരയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനാണ് എപ്പോഴും ആ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനേക്കാളും കുറച്ച് വെയിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ അതിനാണ് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ആ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മളുടെ തലമുറകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ദൈവവിശ്വാസികളുടെ തലമുറകൾ മുമ്പോട്ട് പോകാനായിട്ട് മുന്നിൽ വരുവാനായിട്ടിടയായി തീരും എന്നുള്ളൊരു കാര്യം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മറക്കട്ടെ.